ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് അവർ ചാനൽ. അപ്പോൾ ഗൈസ്, നമ്മൾ മൂന്നാം ഈദിനായിരുന്നു കേട്ടോ നമ്മൾ ഇങ്ങോട്ട് വന്നത്. അന്നു ബേബിക്ക് ഇഞ്ചക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പിന്നെ അന്നു ബേബിക്കും സുഖമില്ലുണ്ടായി. അങ്ങനെയൊക്കെ ആയപ്പോൾ പിന്നെ നമ്മൾ ഇങ്ങോട്ട് വന്നിരുന്നത് ഈദ് 3 ആയതിന് ശേഷം കേട്ടോ. പിന്നെ അവിടെ എത്താത്ത മക്കളൊക്കെ വന്ന് പോയതിന് ശേഷമാണ് നമ്മളിങ്ങോട്ട് വന്നത് കേട്ടോ. അപ്പോൾ ഏതായാലും ഇപ്പോൾ വന്ന് തിരിച്ചു പോവുകയാണ്. ഇവിടുന്ന് വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ അസിമോളെ ബർത്ത്ഡേ വ്ളോഗൊക്കെ അത് ഇവിടുന്ന് ആയിരുന്നു കേട്ടോ ചെയ്തത്. അപ്പോൾ ഏതായാലും നമ്മൾ ഇന്ന് തിരിച്ചു പോവുകയാണ്. ഇപ്പോൾ ഇന്ന് ഏകദേശം വ്യാഴാഴ്ചയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഈ വീഡിയോ ഇടുന്നത് എന്നാണെന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ, കാരണം എഡിറ്റ് ചെയ്യും കാര്യങ്ങളൊക്കെ വേണമല്ലോ. പിന്നെ നമ്മൾ ഇന്നിപ്പോൾ പോവുകയാണ്. ഇനിയിപ്പോൾ ശനിയാഴ്ച മദ്രസൊക്കെ തുറക്കല്ല, അപ്പോൾ ചേർത്താനൊക്കെ ഉണ്ട് അസിമോളെ. ഇനിയിപ്പോൾ പുതിയതായിട്ട് അവളെ മദ്രസയിൽ ചേർത്തണം എന്നൊക്കെ ഉദ്ദേശിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഏതായാലും നമ്മൾ പോകണം അന്നെടുത്ത വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അന്നു ബേബി സനമോളും നല്ല കളിയിലാണ്. ഇവർക്ക് രണ്ടാൾക്കും ഉറക്കം തീരെയില്ല കേട്ടോ. പിന്നെ നമ്മൾ അന്നു ബേബി മാഷാ അല്ലാ അവൾ ഉറങ്ങുകയാണ്. അവൾ പിന്നെ കുളിയും കാര്യങ്ങളും ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞാൽ കുറച്ച് സമയമൊക്കെ ഉറങ്ങും കേട്ടോ. ഇവർ രണ്ടുപേരും എന്തെങ്കിലും ഒരു ചെറിയ സൗണ്ട് കേട്ട് അപ്പം എഴുന്നേറ്റ് വരും. അപ്പോൾ ഇവിടെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സ്കൂളൊന്നും ഇല്ലാത്തതുകൊണ്ട് എളാപ്പാൻ്റെ മക്കളും പിന്നെ അസിമോളും അനിയത്തി എല്ലാവരും പാടായിട്ട് ഭയങ്കര സൗണ്ടും കാര്യങ്ങളൊക്കെ അല്ലേ. അപ്പോൾ ഇവർക്ക് ഉറക്കം കുറവാണ്. പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ടോ, ചെറിയ ട്രീറ്റ് മന്തിയും അതേപോലെ ചിക്കനൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ പോണ ദിവസമായതുകൊണ്ട് തന്നെ അപ്പോൾ മക്കളൊക്കെ ഇവിടെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ അന്നു ബേബിയൊക്കെ എഴുന്നേറ്റ് കേട്ടോ. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കുന്ന സമയത്ത് നല്ല മൂടാണെന്നുണ്ടെങ്കിൽ നമ്മൾ അവരെങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ നിന്ന് കളിക്കുകയൊക്കെ ചെയ്യും കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ കരച്ചിലായിരിക്കും. മടിയിൽ വെച്ചിട്ടാണെങ്കിൽ ഫുള്ള് വലിച്ച് വാരിടും ചെയ്യും കേട്ടോ. അപ്പോൾ ഏതായാലും ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്ത് വെക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ വരുന്ന സമയത്തൊക്കെ നല്ല ഒതുക്കിയൊക്കെ വെക്കുന്നതുകൊണ്ട് തന്നെ ഒരു കവറ് അല്ലെങ്കിൽ 2 കവറേ ഒക്കെ ഉണ്ടാവുള്ളൂ. ഞാൻ വരുന്ന സമയത്ത് ഒരു ബാഗും ഒരു കൊട്ടയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പോകുന്ന സമയത്ത് ഇതിൽ വെച്ചിട്ട് കൊള്ളാത്ത പോലെയൊക്കെ എന്നിട്ട് തോന്നിയിരുന്നത്. പിന്നെ ബേബീസിന് ഞാൻ അവരെ കൊട്ട ഒന്നായിട്ട് എടുത്തിട്ട് വരിക ചെയ്യുക. കാരണം അവർക്ക് ഡ്രസ്സ് ഒരുപാട് വേണ്ടി വരുമല്ലോ. പക്ഷേ ഈ തവണ അവർ വല്ലാണ്ട് ഡ്രസ്സൊന്നും യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. കാരണം ഭയങ്കര ചൂടായതുകൊണ്ട് തന്നെ കൂടുതലും പമ്പേഴ്സിൽ തന്നെ ആയിട്ടോ നിന്നിരുന്നത്. അപ്പോൾ ഏതായാലും ഇത് അനിയന് സാധനങ്ങളൊക്കെ എടുത്തിട്ട് വണ്ടിയിൽ വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അനിയത്തി ഇവിടെ ഉണ്ടായിരുന്നു. അവൾ ഇതിന് വന്നതായിരുന്നു കേട്ടോ. ഞാൻ വന്നതിന് ശേഷം കേട്ടോ അവൾ വന്നത്. അവൾ എത്താത്ത മക്കളൊക്കെ ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ അവരെ കൂടെ 2 ദിവസം നിന്നതിന് ശേഷമാണ് കേട്ടോ ഇങ്ങോട്ട് വന്നത്. അപ്പോൾ ഇതാ അന്നു ബേബിയൊക്കെ ഡെലിവറി ഡ്രസ്സാട്ടോ ഞങ്ങൾക്ക് കൊടുത്തത്. നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ നല്ല സെറ്റപ്പായിട്ടൊക്കെ വരും അല്ലേ. അതെല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കും. നമ്മൾ തിരിച്ചു പോകുന്ന സമയത്ത് നമുക്ക് ആ ഒരു ഇൻട്രസ്റ്റ് ഒന്നും കാണൂല അല്ലേ. അപ്പോൾ ഏതായാലും ഉമ്മച്ചിയാണ് ഞങ്ങളാക്കി തരുന്നത് കേട്ടോ. അപ്പോൾ അത് ഉമ്മച്ചി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഇനിയിപ്പോൾ ഇവർ പോയി കഴിഞ്ഞാൽ വീടിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റൂല എന്നൊക്കെ പറഞ്ഞിട്ട്. നമ്മൾ ഉണ്ടാവുമ്പോൾ വീട്ടിലെപ്പോഴും ഒച്ചയും കാര്യങ്ങളൊക്കെ ആയിരിക്കും. മക്കളെ കരച്ചിലും ചിരിയും കളിയും എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വണ്ടി പഞ്ഞ് കളിക്കാനൊക്കെ ആളുണ്ടാവുമല്ലോ അല്ലേ. ഞാൻ നിൽക്കുന്നതിന് മുമ്പ് തന്നെ അവർ എണീറ്റ് ഉമ്മാൻ്റെ അടുത്ത് പോയിട്ട് ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കൂട്ടും. അപ്പോൾ ഉമ്മാക്ക് അതൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോന്ന് പറയുന്നുണ്ട്. പിന്നെ പോകുന്ന സമയത്ത് നമ്മൾ ഉപ്പാൻ്റെ അടുത്ത് പോയിട്ട് യാത്രയൊക്കെ പറഞ്ഞിട്ടോ. ഉപ്പ അവിടെ വീട്ടിലുണ്ടായിരുന്നു, എന്നാലും പോകുന്ന വഴിക്കല്ലായിരുന്നു. അപ്പോൾ നമ്മൾ ഉപ്പാൻ്റെ അടുത്ത് കയറിയിട്ടും ഒന്നും പറഞ്ഞൊക്കെ ചെയ്തിട്ടോ. ഉമ്മതാ മോളങ്ങനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. മക്കൾക്ക് വണ്ടിയിൽ കയറിയാൽ ഭയങ്കര ഇൻട്രസ്റ്റ് കേട്ടോ. പുറത്തോട്ടൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ വർത്താനവും കളിയും ചിരിയൊക്കെ ഉണ്ട് ആൾക്കാർക്ക്. അപ്പോൾ ഏതായാലും നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട്. നമ്മളെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു 15 മിനിറ്റിൻ്റെ യാത്രയൊക്കെയാണ് ഉള്ളൂ കേട്ടോ അവിടെയൊക്കെ. അപ്പോൾ ഉമ്മ നമ്മളാക്കിയിട്ട് തിരിച്ച് പോവാണ് കേട്ടോ. അപ്പോൾ ഏതായാലും ഉമ്മ പോയി. പിന്നെ നമുക്ക് കുറച്ച് സമയമൊക്കെ ഒരു മൂഡൗട്ടായിരിക്കും കേട്ടോ. നമ്മുടെ വീട്ടിൽ നിന്ന് കുറച്ച് ദിവസം നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഒരു ഫീലിംഗ് ഒക്കെ ആയിരിക്കും അല്ലേ. പിന്നെ അത് ഒന്ന് നേരെ വെളുത്ത് കഴിഞ്ഞാൽ പിന്നെ അതവിടെ മാറിക്കഴിഞ്ഞല്ലേ. അപ്പോൾ ഏതായാലും മക്കളൊക്കെ ഇതാ ഫുഡൊക്കെ കഴിച്ച് ഒരു ഡ്രസ്സൊക്കെ മാറിയിട്ടോ. അപ്പോൾ പ്രത്യേകിച്ച് ഒന്നുമില്ല. അപ്പോൾ എന്തായാലും നമ്മളെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവർ ഓക്കെ ബൈ ടാറ്റ അസ്സലാമു അലൈക്കും, ടേക്ക് കെയർ.